ഇവരുടെ കൂട്ടായ നേതൃത്വം, വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലുള്ള കൂട്ടായ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തുപകർന്നുകൊണ്ട് കോൺഗ്രസിനെ ഒരു വലിയ മുന്നേറ്റമാക്കി, ജനകീയ മുന്നേറ്റമാക്കി കോൺഗ്രസ് പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തുന്നതിൽ അവർ ശ്രീ വേണുഗോപാൽ, ശ്രീ താക്കോയും ഒക്കെ തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെന്ന നിലയിൽ കേരളത്തിന്റെ കൂടി അഭിമാനമായിട്ടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് ഈ പ്രസ്ഥാനത്തെ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കഴിഞ്ഞ 18 വർഷക്കാലം KPCCയുടെ പ്രസിഡന്റ് സ്ഥാനം നിർവഹിക്കാൻ കഴിഞ്ഞ എന്നെ ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു. നിരവധി പരിപാടികൾ ആവശ്യമെല്ലാം ചെയ്തുകൊണ്ട് പാർട്ടിക്കകത്ത് ശക്തമായിട്ടുള്ള എല്ലാ ഭിന്നതകളെയും അതിജീവിച്ചുകൊണ്ട് യോജിച്ച ഐക്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എല്ലാവരുടെയും ഭാഗത്ത് PCC പ്രസിഡന്റുമാരുടെ, ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരുടെ, താഴെ തലത്തിലുള്ള എല്ലാ ഭാരവാഹികളുടെയും നേതാക്കന്മാരുടെയും പൂർണ്ണമായ പിന്തുണ ലഭിച്ചതുകൊണ്ടാണ് ഈ 18 മാസക്കാലം നിരവധി പരിപാടികൾ വിജയകരമായി നടത്താൻ സാധിച്ചത്. പ്രകാശിപ്പിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. കോൺഗ്രസ് പ്രസ്ഥാനം വളരെ ശക്തമാണ്, അത് ദുർബലമാണ് എന്ന് നമ്മുടെ ചില നേതാക്കൾ പറയുമ്പോൾ അതിന്റെ എല്ലാവരെയും തമ്മിൽ സമവായത്തിൽ കൊണ്ടുപോയി മുമ്പോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഉത്തരവാദിത്വങ്ങൾ കയ്യിലുണ്ടായിട്ടും പ്രവർത്തിക്കാത്തവരുടെ ഒരു വലിയ സംഘം നമ്മുടെ പാർട്ടിക്കകത്ത്. അത് മൂന്നുതലമുതൽ വരെയുള്ള ഈ പ്രവർത്തിക്കാത്തവരെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. ഈ ഒരു വിടവ് നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നമുക്ക് ഈ പ്രസ്ഥാനത്തെ അതിശക്തമായ ഒരു പ്രസ്ഥാനമായി കൊണ്ടുവരാൻ കഴിയും. ഞാൻ പ്രസിഡന്റായ ശേഷം ഞാൻ ഓർക്കുകയാണ്, 3 തെരഞ്ഞെടുപ്പ് മുന്നണി പ്രവർത്തകர்களാണ്. ഒരുപോലെ ഞാൻ പ്രസിഡന്റായിരുന്നപ്പോൾ ഞാൻ നടത്തിയതുപോലുള്ള പ്രവർത്തനം, അങ്ങയുടെ പ്രവർത്തനത്തിന് പൂർണ്ണമായ സഹകരണവും പൂർണ്ണമായ പിന്തുണയും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. എനിക്കാകെ മാനസിക സംഘർഷവും പ്രയാസവും കേരളത്തിലെ കോൺഗ്രസിന്റെ പണം നയിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് കേരളത്തിലെ പൊതുസമൂഹം കോൺഗ്രസുകാർ അതോടൊപ്പം തന്നെ സാധാരണ പ്രസിഡന്റിനെ മാത്രം ചിന്തിക്കാറുണ്ട്. ഇത്തവണ മറ്റ് അസാധാരണ നിലപാട് ദീർഘകാലമായി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആയിരത്തി കേരള രാഷ്ട്രീയത്തിൽ കലക്കി നിൽക്കുന്ന 3 വർഷത്തിൽ ഈ സുധാകരൻ, കൊടുക്കുന്ന സുരേഷ്, അദ്ദേഹം ഞാൻ കോഴിക്കോട് ജില്ല എന്നൊക്കെ അതിന് അറിയുന്നതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുത്തുകൊണ്ട് പോകുന്ന കാലം, അന്ന് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് പോകുമ്പോൾ പ്രിയകരനായ അഫ്സൽ തിരുവനന്തപുരത്ത് അന്നത്തെ യൂണിവേഴ്സിറ്റി യൂണിയന്റെ കഴിഞ്ഞ 18 വർഷക്കാലം കൊണ്ട് 18 മാസക്കാലം കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് സാർത്ഥകമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയ എൻ്റെ പ്രിയകരനായ സ്നേഹിതൻ ശ്രീമാൻ അഫ്സലിന് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാവങ്ങൾ ഒരിക്കൽ കൂടി ഈ സന്ദർഭത്തിൽ അർപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹവുമായി വളരെ അടുത്തിടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ഈ വിനീതനായ എനിക്ക് സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഹൃദയംഗമായി ഈ സന്ദർഭത്തിൽ എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു ആദ്യം എനിക്ക് പറയാനുള്ളത്, ഏതാണ്ട് 3 ദിവസക്കാലത്തേറെ നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉന്നതമായ പദവികളിൽ അത് അലങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള എന്റെ സ്നേഹിതൻ ശ്രീമാൻ ഷാനവാസ് ഒരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ഞങ്ങൾ തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം മാത്രം ഞാനിവിടെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ 1986 മുതൽ
ഇവിടെ സന്നിഹിതനായിട്ടുള്ള നമ്മുടെ കോൺഗ്രസിന്റെ നിങ്ങൾക്ക് അറിയാവുന്ന വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ശ്രീമാൻ സുധാകരൻ ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സുധാകരൻ ഞാൻ കണ്ണൂരിൽ മത്സരിച്ച വലിയ വെല്ലുവിളി കാലഘട്ടത്തിൽ മുല്ലപ്പെടാൻ നയിക്കുന്ന ഈ KPCCക്ക് കേരള രാഷ്ട്രീയത്തിലെ ശക്തമായ തിരിച്ചുള്ള കഴിവിട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു. അതിന് മുല്ലപ്പെട്ട് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരെയും ജനാധിപത്യപൂർണ്ണമായ പിന്തുണ അറിയിച്ചുകൊണ്ട് ഈ സമയം അധ്യക്ഷയിൽ പ്രിയദർശി എം ഭാസനാണ് 18 മാസക്കാലം വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ട്